ഹലോ ഗായ്സ്, നമുക്കിനി കണ്ണൂർക്കാരുടെ ഒരു കല്യാണം കൂടിയാലോ. ഞങ്ങൾ ചെക്കൻ്റെ ഭാഗത്തുനിന്ന് പോയവരാണ്. അനൂപേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. കണ്ണൂർ തളിപ്പറമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കല്യാണം. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർക്കാരുടെ കല്യാണം കൂടാൻ പോകുന്നത്. അങ്ങനെ ഓഡിറ്റോറിയത്തിലായിരുന്നു. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഓഡിറ്റോറിയത്തിൽ ചെക്കൻ്റെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. അകത്ത് കയറി അവർ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അറേഞ്ചൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ പെണ്ണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണ് വന്നു. പെണ്ണിൻ്റെ പിന്നാലെ അമ്മായിമാരും ചേച്ചിമാരും എല്ലാവരും താലൊക്കെ പിടിച്ച് പെണ്ണിനെയും കൊണ്ടുവരുവാണ്. എല്ലാ നാട്ടിലും ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളല്ലേ. ഇവർ ഇവരുടേതായ ആചാരത്തിൽ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ മണ്ടവെല്ലാം ഫസ്റ്റ് ചുറ്റി 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 1 പ്രാവശ്യം അറിയില്ല. മണ്ടവെല്ലാം ചുറ്റി അത് കഴിഞ്ഞ് പെണ്ണിനെ അവിടെ മണ്ഡപത്തിൽ കയറ്റി വെച്ചു. അതിന് ശേഷമാണ് ചെക്കൻ വന്ന് താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കണ്ണൂർ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറശ്ശിനിക്കടവ് പോകണം മുത്തപ്പൻ കാവിൽ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഫുഡ് കഴിച്ചു. നല്ല സദ്യയായിരുന്നു. സാധാരണ പോലെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള സദ്യ. സാമ്പാറുണ്ട്, പപ്പടം, ഉപ്പേരി, അവിയൽ, തോരൻ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉള്ളത്. പക്ഷേ സാമ്പാർ നമ്മളെപ്പോലത്തെ വറുത്തരച്ച സാമ്പാറൊന്നല്ലായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു എനിക്ക് ഇഷ്ടം അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം കുഴപ്പമില്ല, നല്ല അടിപൊളി സദ്യ. പിന്നെ പായസം സൂപ്പറായിരുന്നു. അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ പെണ്ണിൻ്റെ അടുത്തും ചെക്കൻ്റെ അടുത്തും ടാറ്റ പറയാൻ പോയതായിരുന്നു. അന്നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവർ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ പോയത് മുത്തപ്പൻ കാവിലായിരുന്നു കേട്ടോ. മുത്തപ്പൻ കാവ് പോയി. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഇതിന് ശേഷം വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.